പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രാദേശികവാദങ്ങളെക്കുറിച്ചാണ്, അഥവാ ലോക്കൽ വിൻസ്. മറ്റു കാറ്റുകളെ അപേക്ഷിച്ച് ചെറിയ പ്രദേശത്തു മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളെയാണ് സാധാരണ രീതിയിൽ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. അത് ചില പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ, വ്യാപകമായിട്ട് കാണപ്പെടുകയുമില്ല. പ്രാദേശികമായ മർദ്ദവ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് പൊതുവെ ശക്തി കുറവായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാദേശികവാദങ്ങളുണ്ട്. ലൂ, മാംഗോ ഷവർ, കാൽ ബൈശാഖി പോലെയുള്ള ധാരാളം പ്രാദേശികവാദങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ 3 പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളും ഇന്ത്യയിലാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ചിനൂക്ക്, ഹെർമാറ്റൻ, ഫൊൻ തുടങ്ങിയവ ഇന്ത്യക്ക് പുറത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രാദേശികവാദങ്ങളാണ്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റുകൾക്കാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. ഇതൊരു ഉഷ്ണക്കാറ്റാണ്. ഈ കാറ്റിൻ്റെ ഫലമായിട്ട് ഈ റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകുകയും ഇവ വലിയ രീതിയിലുള്ള മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമായി അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ചിനൂക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന വേർഡാണ് ചിനൂക്ക്. ആ പേര് അതിന് കിട്ടാനുള്ള പ്രധാന കാരണവും അതുതന്നെയാണ്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കാനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് ഈ ഒരു കാറ്റ് വളരെയധികം പ്രയോജനകരമാണ്. പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് ഫൊൻ. ആപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫൊൻ. ഈ ഒരു കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഇത് കാരണമായി മാറുന്നു. യഥാർത്ഥത്തിൽ ഈ ഫൊൻ എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു പ്രദേശത്ത് വളരെയധികം തണുപ്പുള്ള ഒരു പ്രദേശത്തെ തണുപ്പ് കുറയ്ക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒരു ഉഷ്ണക്കാറ്റാണ് ഫൊൻ എന്ന് നമുക്ക് പറയാം. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് ഹെർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ ഈ കാറ്റെത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ തന്നെ ഡോക്ടർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. മാത്രമല്ല ജനങ്ങൾ ഇവയെ ഡോക്ടർ ഹെർമാറ്റൻ എന്നാണ് വിളിക്കാറുള്ളത്, അല്ലെങ്കിൽ ഹെർമാറ്റൻ കാറ്റിനെ ഡോക്ടർ എന്ന പേരിലും വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തുള്ള കാലാവസ്ഥയെ തന്നെ മെച്ചപ്പെടുത്തുന്നതിന് സഹാറ മരുഭൂമിയിൽ നിന്നുള്ള ഈ കാറ്റ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യ സമതലങ്ങളിലാണ് ഈ കാറ്റ് അടിച്ചു വീശുന്നത്. ഉത്തരേന്ത്യയിലെ രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് അടിച്ചു വീശുന്ന ഉഷ്ണകാലത്ത് അടിച്ചു വീശുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റാണ് ലൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കാറ്റ്. ഇന്ത്യയിലെ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റ് കൂടിയാണ്. മാത്രമല്ല ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊഴിക്കുന്നതിനും ഒക്കെ കാരണമാകുന്നത് കൊണ്ടാണ് ഇതിന് മാംഗോ ഷവേഴ്സ് എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ളത്. ഇനി അസ്ഥിരവാദങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. വേരിയബിൾ വിൻസിനെ കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് അസ്ഥിരവാദങ്ങൾ? ചില പ്രത്യേക അന്തരീക്ഷ അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ വിശേഷതകളോട് കൂടിയതുമായ കാറ്റുകളെയാണ് അസ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും അസ്ഥിരവാദങ്ങളാണ്. അപ്പോൾ എന്താണ് അസ്ഥിരവാദങ്ങൾ എന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാൻ ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും എന്താണെന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ സൈക്ലോൺ എന്നറിയപ്പെടുന്ന ചക്രവാദങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അന്തരീക്ഷത്തിൽ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും അതിശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും
ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലുമാണ്. രൂപപ്പെടുന്ന കാലാവസ്ഥാ മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഇവയെ ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും മീതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ എന്നും രണ്ടായി വേർതിരിക്കാം. ലക്ഷദ്വീപിലും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച ഓഖി ചുഴലിക്കാറ്റ് നമുക്കെല്ലാം അറിയാം. ഓഖി ചുഴലിക്കാറ്റ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ വലിയ നാശം വിതച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രധാനപ്പെട്ട ഒരു കാറ്റാണ്. ഇതൊരു ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഉഷ്ണമേഖലാ സമുദ്ര പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. എന്താണ് ഘടികാര ദിശയും എതിർഘടികാര ദിശയും? ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശ എന്ന് പറയുന്നത് സാധാരണ ക്ലോക്ക് എങ്ങോട്ടാണോ തിരിയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഈ ഒരു വാദം അല്ലെങ്കിൽ ഈ ഒരു കാറ്റ് അടിച്ചു വീശുന്നത്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലോ ഘടികാര ദിശയിലായിരിക്കും കാറ്റ് അടിച്ചു വീശുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അന്തരീക്ഷത്തിലെ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ ചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ എതിർഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലുമാണ് അവ അടിച്ചു വീശുക. പ്രതിചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് അടിച്ചു വീശുന്നത്. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസത്തെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ കേന്ദ്രത്തിലുണ്ടായിരുന്നത് ന്യൂനമർദ്ദമാണെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൽ അഥവാ ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് ചുറ്റുമുള്ള വശത്തും ന്യൂനമർദ്ദ പ്രദേശങ്ങളായി മാറിയാൽ ഈ ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ ന്യൂനമർദ്ദ ഭാഗങ്ങളിലേക്ക് കാറ്റടിച്ചു വീശുന്നതിനെയാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. കോറിയോലിസ് പ്രഭാവത്തിൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങളിൽ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് എതിർഘടികാര ദിശയിലുമായിരിക്കും. കാറ്റുകൾ ആഗോളവാദങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുക്കേണ്ടി വരും. പ്രാദേശിക വാദങ്ങൾ ഏതൊക്കെയാണെന്ന് അവിടെ പൂരിപ്പിക്കണം. ഡാഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൺസൂൺ പോലെയുള്ള വാദങ്ങൾ ഏത് വാദങ്ങളിൽ പെട്ടതാണ് എന്ന് അവിടെ എഴുതണം. അസ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഇത്രയും ഭാഗമാണ് ഈ ഒരു പാഠഭാഗവുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്.